പകൽ മുഴുവൻ മാനന്തവാടിയെ ആശങ്കയിലാക്കിയ തണ്ണീർക്കൊമ്പൻ കാട്ടാനയെ ഉടൻ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകും. മയക്കുവെടി വെച്ച തണ്ണീർക്കൊമ്പനെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റാൻ ശ്രമം തുടരുകയാണ്. ആനയുടെ കാലുകളിൽ വടം കെട്ടി. സുരേന്ദ്രൻ, സൂര്യൻ, വിക്രം എന്നീ കുങ്കിയാനകൾ സ്ഥലത്തുണ്ട്. പ്രദേശത്തെ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച തണ്ണീർക്കൊമ്പനെ വൈകിട്ട് 5:30-യോടെയാണ് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാടുകയറ്റിയ ആനയാണ് ഇന്ന് രാവിലെ മാനന്തവാടിയിലെത്തിയത്. കൂടുതൽ വിവരങ്ങൾ സുർജിത് അയ്യപ്പത്തും സജോ ദേവസ്യയും നൽകും. മാനന്തവാടിയിൽ നിന്ന് ഇപ്പോഴും ആ ദൗത്യം തുടരുകയാണ്. സുർജിത്ത്, ഈ ആനയെ ഇന്ന് രാത്രി തന്നെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഇപ്പോൾ നമുക്കറിയാം 5:30-ക്കാണ് ആദ്യം മയക്കുവെടി വെച്ചത്, പിന്നീട് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുത്തു. അത് ഈ ആനയുടെ ശരീരത്തിൽ പ്രതികരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ഈ ഡോസ് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയുക ഈ ഘട്ടത്തിൽ? വിജയകുമാർ, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ വാഹനമുള്ള ഈ ആംബുലൻസ് ഉള്ള ഈ സ്ഥലത്തിൻ്റെ ഏതാണ്ട് 200 മീറ്റർ അകലെയായിരുന്നു ഈ കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്നും ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. വാഴത്തോട്ടമാണ് ഈ മേഖലയിൽ. ഇപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ആനയെ കൊണ്ടുവരാൻ വേണ്ടി റോഡ് സജ്ജമാക്കിയിട്ടുണ്ട്. JCB സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡ് സജ്ജമാക്കിയിരിക്കുന്നത്. ആ റോഡിലൂടെ ഈ ആനയെ പതുക്കെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ രീതിയിൽ ഉള്ള ഉദ്യോഗസ്ഥർ താഴെ ഉണ്ട്. പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ആളുകളോട് മാറണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. അത്തരത്തിൽ ആളുകളെ മാറ്റുന്നു. ഇവിടെ നിലവിലിപ്പോൾ ആനയ്ക്ക് വടം കെട്ടി ബന്ധിപ്പിച്ച ശേഷം 3 ആനകൾ, സൂര്യനും വിക്രമും ഒപ്പം തന്നെ കോന്നി സുരേന്ദ്രനും, ഈ 3 ആനകൾ ചേർന്നുകൊണ്ടാണ് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 200 മീറ്റർ അകലെയായിരുന്നു ഈ ആന നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷം ഈ റോഡിലൂടെ നേരെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. അത് പ്രത്യേകം സജ്ജമാക്കിയ ലോറിയാണ്. അരിക്കൊമ്പൻ മിഷനിലും PT7 മിഷനിലും PM2 മിഷനിലും എല്ലാം ഇത്തരത്തിലുള്ള ലോറി സജ്ജമാക്കി അതിനകത്തേക്ക് കയറ്റിയ ശേഷം വടം കൊണ്ട് ബന്ധിച്ച് സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇന്ന് രാത്രി തന്നെ ഈ ആനയെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് കൊണ്ടുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം കർണാടക വനംവകുപ്പ് ഇന്ന് തന്നെ ഈ ആനയെ അവിടേക്ക് മാറ്റണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനംവകുപ്പ് ഈ ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ദിപ്പൂർ വനമേഖലയിലെ ഹൂഡി എന്ന് പറയുന്ന റേഞ്ചിന് കീഴിലെ പ്രദേശത്ത് എത്തിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വനമേഖലയാണ്. ആ വനമേഖല കേന്ദ്രീകരിച്ചാണ് ആനയെ അവിടേക്ക് എത്തിക്കുക. എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഇന്ന് കൃത്യം 5:35-നാണ് ഈ ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകുന്നത്. അതിനുശേഷം ബൂസ്റ്റർ ഡോസ് നൽകി. പിന്നീട് അത് മയങ്ങുന്ന സമയത്ത് അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള പരിശോധന പൂർത്തിയാക്കി. ആ പരിശോധനയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ആനയെ ഇവിടേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം കാഴ്ചയാണ്. ആളുകളെല്ലാം തന്നെ നിയന്ത്രിക്കുകയാണ്. ഈ പരിസര പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റുന്നു. ആനയ്ക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആന ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള റോഡ് നേരത്തെ തന്നെ അല്പസമയം മുമ്പ് സജ്ജീകരിച്ച് അത് പൂർത്തിയായിട്ടുണ്ട്. കോന്നി സുരേന്ദ്രനും സൂര്യയും ഒപ്പം തന്നെ മറ്റൊരു കൊമ്പനായിട്ടുള്ള വിക്രമും ചേർന്നാണ്, കുങ്കിയാനകൾ, ഈ 3 ആനകളും ചേർന്നാണ് ഇതിനെ ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. അതിനുശേഷം ഈ ലോറിയിൽ നേരെ കൊണ്ടുപോകുന്നത് ബന്ദിപ്പൂർ വനമേഖലയിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് എടവക പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അലോസരപ്പെടുത്തിക്കൊണ്ട് ഈ ആന ഇറങ്ങിയത്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. ആളുകൾക്ക് നേരെ ആക്രമിക്കുകയോ വലിയ രീതിയിലുള്ള കൃഷിനാശം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനുശേഷം ഈ ആന പിന്നീട് മാനന്തവാടിയുടെ നഗരഹൃദയത്തിലേക്ക് വരികയായിരുന്നു. മാനന്തവാടി പുഴ നീന്തിക്കടന്നുകൊണ്ടാണ് ആന നഗരഹൃദയത്തിലേക്ക് വരുന്നത്. അവിടെ വെച്ച് നേരെ പോയത് കോടതിയുടെ ഭാഗത്താണ്. കോടതിയുടെ ഭാഗത്ത് 1 മണിക്കൂറോളം ഇത് ചുറ്റി നിന്നു. അതിനുശേഷം ഈ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൊല്ലിയിലേക്ക് തുരത്തുകയായിരുന്നു. നഗരഹൃദയത്തിൽ തന്നെയുള്ള ഒരു കൊല്ലിയാണ്. അവിടേക്ക് തുരത്തി. അവിടെ വെച്ച് ഈ ആന ഏതാനും സമയം അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ അതൊന്ന് ചെരിഞ്ഞ് കിടന്നു. അതിനുശേഷമാണ് ഈ ആന പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓർഡർ ഇറങ്ങിയത്. CCFൻ്റെ ഓർഡർ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ
വനംവകുപ്പ് ഡാർട്ടിംഗ് ടീം ഇവിടേക്ക് എത്തുകയും അത്തരം നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫോറസ്റ്റ് വെറ്ററിനറി സംഘമാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായത്. ആ ദൗത്യം വൈകിട്ട് 5:35 വിജയകരമായി പൂർത്തിയാക്കി. അതിനുശേഷം ഇവിടേക്ക് പിന്നീട് ഈ കുങ്കിയാനകളെ എത്തിച്ച ശേഷം ഈ ആന അതിനിടയിൽ അവിടെ നിലയുറപ്പിക്കുകയും അതിനുശേഷം ആന ഏതാണ്ട് മുന്നിലേക്ക് തന്നെ നടന്ന് നീങ്ങുകയുമുണ്ടായി. അതായത് ഈ ആദ്യം ഈ വെടിവെക്കുന്ന സമയം 30 മീറ്റർ മാത്രമായിരുന്നു RRT ടീമും ആനയും തമ്മിലുള്ള ഒരു അകലമുണ്ടായിരുന്നത്. പിന്നീട് RRT ടീമും ഈ ആനിമൽ ആംബുലൻസും നിലകൊള്ളുന്ന ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലത്തേക്ക് ആന നടന്നുപോയി. ആ ആനയെ തിരിച്ച് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി നിരവധി തവണ പടക്കം പൊട്ടിച്ചു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയി ആനയുടെ ഒരു ആരോഗ്യനില പരിശോധിച്ച ശേഷം ആനയെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ്. 3 കുങ്കിയാനകളുടെ കീഴിലായിരിക്കുന്നു ഇപ്പോൾ ഈ കാട്ടുകൊമ്പൻ. എന്തായാലും ഈ ഹാസൻ മേഖലയിലും ബേലൂർ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച, പ്രത്യേകിച്ച് ഈ വന മേഖലയോട് ചേർന്നുള്ള തോട്ട പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാണ്. ഈ കൊമ്പൻ തണ്ണീർ എന്നുള്ള പേരാണ് കർണാടക വനംവകുപ്പ് ഇതിന് നൽകിയത്. കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് ഇതിനെ പിടികൂടുന്നത്. ഇതിനെ മയക്കുവെടി വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു. ഇതിനുശേഷം നാഗർഹോളെ വനത്തിലേക്ക് മാറ്റി. നാഗർഹോളെ വനത്തിൽ നിന്നുമാണ് അത് കറങ്ങിത്തിരിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ വയനാട് എടവക ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. എടവക എന്ന് പറയുന്നത് വനമേഖലയല്ലാതിരുന്നിട്ട് കൂടി ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് എല്ലാവർക്കും അത്ഭുതം. ഇന്ന് പുലർച്ചെയാണ് ഈ ആനയെ കാണുന്നത്. അതിനുശേഷം ഏതാണ്ട് 12 മണിക്കൂർ സമയമെടുത്തു മയക്കുവെടി വെച്ച ശേഷം സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇതിനെ ബന്ദിപ്പൂർ വനമേഖലയിൽ ആക്കുന്നതോടെയാണ് ഈ ദൗത്യത്തിന് പൂർണ്ണ പരിസമാപ്തി ആവുകയുള്ളൂ. വിജയകുമാർ.